എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുഞ്ഞുമോൻ നമ്മൾ എവിടെ നിൽക്കുന്നു പറഞ്ഞു കൊടുത്തു. കൊടുവായൂര്. അതെ, ആൽത്തറ വിനായകന്റെ മുന്നിൽ നാനയൂട്ടാണ്. ഇവിടത്തെ കാഴ്ചകൾ ചന്തം പോലെ കാണട്ടെ അല്ലേ? അത്രേ ഉള്ളൂ. നിറപറയും നിലവിളക്കും വെച്ച് ആൽത്തറ വിനായകന്റെ മുൻപിൽ 9ാമത്തെ വർഷം ചന്തം പോലത്തെ ഒരു ആനയൂട്ട്. ഗജപൂജ കഴിയുമ്പോഴേക്കും ഉമാദേവി കുളിച്ച് സുന്ദരിയായി നിന്നു. പാർത്ഥസാരഥി കാത്തു നിന്നു. നാദസ്വരത്തിന്റെ അകമ്പടിയിൽ ഗജഘോഷയാത്ര കൊടുവായൂർ ഗ്രാമത്തിൽ നിന്നും ചന്തം പോലെ തുടങ്ങി. പറഞ്ഞു വന്നപ്പോൾ 3 ആനയാണ് നമ്മുടെ ഗജഘോഷയാത്രയിലും ആനയൂട്ടിലും പങ്കെടുത്തത്. കൊടുവായൂരങ്ങാടിയിൽ സാധാരണഗതിയിൽ നല്ല തിരക്കുണ്ടാവും. പക്ഷെ 3 ആനയും അവിടുത്തെ ജനത്തിരക്കും ആനപ്രേമികളുടെ തിരക്കും ആനയൂട്ടിനെ ഒട്ടും ബാധിച്ചില്ല. ചന്തം പോലെ അതിഗംഭീരമായിട്ട് തന്നെ ഈ തവണത്തെ ആനയൂട്ടും സൂപ്പറായിട്ട് ആഘോഷിച്ചുട്ടോളെ. കുളമാക്കിൽ ഗണേശനും ഗീതാഞ്ജലി പാർത്ഥസാരഥിയും ഉമക്കുട്ടിയും അങ്ങനെ 3 പേർക്കും മനസ്സും വയറും നിറച്ച് ഊട്ടിയതിന് ശേഷം വന്ന ഭക്തജനങ്ങൾക്കും പ്രസാദം നൽകിയാണ് ആൽത്തറ വിനായകന്റെ മുമ്പിൽ നിന്ന് ഭക്തജനങ്ങൾ പിരിഞ്ഞത്. ഇത്തവണ 9ാമത്തെ വർഷത്തെ ഗജപൂജയും ആനയൂട്ടും അതിഗംഭീരമാക്കി. ഇനി വരാൻ പോകുന്ന 10ാം വർഷം അതിലും ഗംഭീരമാകുമെന്നുള്ളത് ഉറപ്പാണ് ടോളി. അപ്പൊ നമ്മുടെ കൊടുവായൂരിലെ 9ാം വർഷമായിട്ട് ആഘോഷിക്കുന്ന ചന്തം പോലെയുള്ള ആനയൂട്ട് ചെടുക്കനെയായി. അപ്പൊ കണ്ണനും പിള്ളേരും ടീമിന്റെ വക എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ആൽഫി ആനയെ കയറ്റി പോയപ്പോൾ ഞാനും അവിടെ നിന്നില്ല. ശരിയെന്നാ ഞാനും പോണു.